നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നവർക്കും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും കമൻറ്റുകളിലും മെസ്സേജുകളിലും ഒരു വിഷയം ആവശ്യപ്പെട്ടിരുന്നു. PMS അഥവാ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് യഥാർത്ഥത്തിൽ എന്താണ്? ഈ വീഡിയോയിൽ PMS എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ബിസിനസ് മോഡൽ എന്താണ്, എന്തൊക്കെയാണ് റിസ്കുകൾ, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നിങ്ങനെ വളരെ സിമ്പിളായി മനസ്സിലാക്കാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ പേര് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്സ്. പലരും കരുതുന്നത് വലിയ ആളുകൾക്ക് പണം കൊടുത്താൽ അവർക്ക് മാർക്കറ്റിൽ ഉറപ്പായ ലാഭം ലഭിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഇതാണ് PMSനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. നിക്ഷേപത്തിൻ്റെ വലുപ്പം കൂടുന്നത് കൊണ്ട് മാത്രം റിട്ടേൺ ഉറപ്പാകില്ല. എന്നാൽ PMSന്റെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണ്? എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളപ്പോൾ PMS ഉണ്ടാക്കിയത്? ആരാണ് ഇതിൽ കൂടുതൽ ലാഭം നേടുന്നത്? ഈ എപ്പിസോഡിൽ അതിൻ്റെ ചരിത്രവും ബിസിനസ് മോഡലും നല്ലതും മോശവുമായ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. 1980-90 കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന സമ്പന്നർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് കോടിക്കണക്കിന് രൂപ അവരുടെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ തുക വ്യക്തിപരമായി മാനേജ് ചെയ്യാൻ സമയമില്ല. ബ്രോക്കർമാർ ഓഹരികൾ വാങ്ങി വിൽക്കുമെങ്കിലും ദീർഘകാലം തന്ത്രം നൽകുന്നില്ല. അപ്പോഴാണ് ബാങ്കുകളും വലിയ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ചിന്തിച്ചത്, അവരുടെ പണം ഞങ്ങൾ തന്നെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്താൽ. അവിടെയാണ് PMSന്റെ ജനനം. പിന്നീട് ഇന്ത്യയിലെ സമ്പത്ത് വർദ്ധിക്കുകയും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ, അതായത് HNI-ന്റെ എണ്ണം കൂടുകയും ചെയ്തതോടെ PMS സേവനങ്ങളും വേഗത്തിൽ വളർന്നു. PMSന്റെ ആരംഭകാലത്ത് നിരവധി തട്ടിപ്പുകൾ നടന്നു. വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്ന് പണം വാങ്ങി ചിലർ നഷ്ടപ്പെടുത്തി. അതിനെ തുടർന്ന് SEBI PMSനെ കർശനമായി നിയന്ത്രിച്ചു. ഇന്ന് PMS നടത്താൻ SEBI രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് SEBI രജിസ്ട്രേഷൻ ചെയ്ത സ്ഥാപനങ്ങളിലൂടെ നിക്ഷേപം നടത്തേണ്ടത്. രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നത് അപകടകരമായ പ്രവണതയാണ്. കുറഞ്ഞത് 50 ലക്ഷം നിക്ഷേപിക്കണം. ഇത് ചെറിയ നിക്ഷേപകരെ ഒഴിവാക്കാനല്ല, മറിച്ച് വലിയ തുക നിക്ഷേപിക്കുന്നവർക്ക് ഉണ്ടാകുന്ന റിസ്കുകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് SEBI കരുതുന്നതിനാലാണ് ഈ മാനദണ്ഡം. വലിയ റിസ്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിക്ഷേപകർക്ക് മാത്രമാണ് ഈ സേവനം ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് മ്യൂച്വൽ ഫണ്ടുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. മ്യൂച്വൽ ഫണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ പണം ഒന്നിച്ചാണ് നിക്ഷേപിക്കുന്നത്. പക്ഷേ PMSൽ നിങ്ങളുടെ പേരിൽ തന്നെ ഓഹരികൾ വാങ്ങുന്നു. അതായത് റിലയൻസ് വാങ്ങിയാൽ അത് നേരിട്ട് നിങ്ങളുടെ ഡീമേറ്റ് അക്കൗണ്ടിലാണ് കാണുക. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏത് ഓഹരി എത്ര അളവിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. പക്ഷേ ഉത്തരവാദിത്വവും കൂടുതലാണ്. കാരണം ചില സമയങ്ങളിൽ പോർട്ട്ഫോളിയോയിലെ വിലയിൽ വലിയ മാറ്റങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരും. നമുക്ക് ഇനി PMSന്റെ യഥാർത്ഥ ബിസിനസ് മോഡൽ എന്താണ് എന്ന് നോക്കാം. ഇതാണ് പലരും അറിയാത്ത ഇമ്പോർട്ടൻ്റ് ഭാഗം. PMS കമ്പനി പണം സമ്പാദിക്കുന്നത് ഓഹരി വാങ്ങി വിറ്റ് മാത്രമല്ല. അവരുടെ പ്രധാന വരുമാനം മാനേജ്മെന്റ് ഫീസ്, ഉദാഹരണത്തിന് 1% മുതൽ 2.5% വരെ. പെർഫോമൻസ് ഫീ, ലാഭത്തിന്റെ 10% മുതൽ 20% വരെ ചില പദ്ധതികളിൽ. പിന്നെ ബ്രോക്കറേജ്, റിസർച്ച് ചാർജസ്, സ്ഥാപനങ്ങളിലെ ചെലവുകൾ ഉൾപ്പെടെ. എല്ലാ PMSകളുടെയും ഫീ സ്ട്രക്ചർ ഒരുപോലെയല്ല. അതിനാൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് എല്ലാ ചാർജും എഴുതി വാങ്ങി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനാൽ നിങ്ങൾക്ക് ലാഭമുണ്ടായാലും ഇല്ലെങ്കിലും ചില PMSകൾക്ക് സ്ഥിരമായി ഫീസ് ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ നിക്ഷേപിക്കരുത്. കാരണം ചെറിയ ഫീ വ്യത്യാസം പോലും ദീർഘകാലങ്ങളിൽ നിങ്ങളുടെ മൊത്തം റിട്ടേൺസിനെ ഗണ്യമായി ബാധിക്കും. PMS എവിടെയാണ് കൂടുതൽ റിസ്ക് എടുക്കുന്നത്? മ്യൂച്വൽ ഫണ്ടുകൾക്ക് നിരവധി നിയമപരമായ നിയന്ത്രണങ്ങളുണ്ട്. PMSൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു PMS 15-20 ഓഹരികളിൽ മാത്രം നിക്ഷേപിച്ചേക്കാം. ഒരു ഓഹരിയിൽ തന്നെ വലിയ വിഹിതം വെക്കാനും സാധ്യതയുണ്ട്. ഇത് ശരിയായാൽ വലിയ ലാഭം, തെറ്റിയാൽ വലിയ നഷ്ടം. അതുകൊണ്ടാണ് PMS തിരഞ്ഞെടുക്കുമ്പോൾ റിട്ടേൺസ് മാത്രം നോക്കാതെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നു എന്നതും വിലയിരുത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് സമ്പന്നർ PMS തിരഞ്ഞെടുക്കുന്നത്? സമ്പന്നർക്ക് പലപ്പോഴും വേണ്ടത് മാർക്കറ്റിന്റെ ശരാശരി റിട്ടേൺ അല്ല, മാർക്കറ്റിനെ തോൽപ്പിക്കുന്ന ബീറ്റ് ദ മാർക്കറ്റ് റിട്ടേൺസ് ആണ്. കൂടാതെ വ്യക്തിഗത തന്ത്രം,
നികുതി, പദ്ധതികൾ, ഫാമിലി ഓഫീസ് സേവനങ്ങൾ, സമർപ്പിത റിലേഷൻഷിപ്പ് മാനേജർ എന്നിവ ലഭിക്കുന്നതിനാലും PMS തിരഞ്ഞെടുക്കുന്നു. കൂടാതെ പല PMSകളും ക്ലയന്റുമായി നേരിട്ട് ആശയവിനിമയം നടത്തി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി വിശദീകരിക്കുകയും അവരുടെ മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ: PMS എല്ലായ്പ്പോഴും മ്യൂച്വൽ ഫണ്ടിനെ തോൽപ്പിക്കുമോ? ഇല്ല. ചില വർഷങ്ങളിൽ PMS മികച്ച പ്രകടനം കാഴ്ചവെക്കും. ചില വർഷങ്ങളിൽ ഇൻഡെക്സ് ഫണ്ട് പോലും PMSനേക്കാൾ മികച്ച റിട്ടേൺ നൽകും. അതുകൊണ്ട് ഉയർന്ന ഫീസ്, ഉയർന്ന ലാഭം എന്ന ധാരണ തെറ്റാണ്. കഴിഞ്ഞ കുറച്ച് മികച്ച വർഷങ്ങളിലെ റിട്ടേൺ മാത്രം നോക്കാതെ മാർക്കറ്റ് സൈക്കിൾ മുഴുവൻ വിലയിരുത്തുന്നത് കൂടുതൽ ബുദ്ധിപരമായ സമീപനമാണ്. ഇനി ഈ PMS പരസ്യങ്ങളിൽ കാണിക്കാത്ത വശം എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയയിൽ പല PMS കമ്പനികളും ഏറ്റവും മികച്ച വർഷങ്ങളിലെ റിട്ടേൺ മാത്രം പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ്: 10 വർഷത്തെ സ്ഥിരതയുള്ള പ്രകടനം എങ്ങനെയായിരുന്നു? ബിയർ മാർക്കറ്റിൽ എങ്ങനെ പ്രവർത്തിച്ചു? ഫീസ് കഴിഞ്ഞുള്ള യഥാർത്ഥ റിട്ടേൺ എത്രയാണ്? റിസ്ക് എത്രയായിരുന്നു? ഇവയാണ് പ്രധാനപ്പെട്ടത്. ഒരു നല്ല PMS വിലയിരുത്തുമ്പോൾ റിട്ടേൺസിനൊപ്പം ഡ്രോ ഡൗൺ, വോളറ്റാലിറ്റി, കൺസിസ്റ്റൻസി എന്നിവയും ഒരുപോലെ പ്രധാനമാണ്. ആരാണ് PMS തിരഞ്ഞെടുക്കേണ്ടത്? PMSനെ പരിഗണിക്കാവുന്നത് 50 ലക്ഷത്തിലധികം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ, 7-10 വർഷം കാത്തിരിക്കാൻ കഴിയുന്നവർ, ഉയർന്ന റിസ്ക് മനസ്സിലാക്കുന്നവർ, പോർട്ട്ഫോളിയോയിൽ ഉയർന്ന മാറ്റങ്ങൾ സഹിക്കാനാകുന്നവർ. എല്ലാവർക്കും PMS അനുയോജ്യമല്ല. എന്നാൽ നിങ്ങളുടെ നിക്ഷേപ യാത്ര ഇപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നതെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിനെ പോലുള്ള ലളിതമായ മാർഗങ്ങൾ പലപ്പോഴും കൂടുതൽ അനുയോജ്യമായിരിക്കും. PMS ഒരു മാജിക് ഫോർമുലയല്ല. അത് സമ്പന്നർക്കായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രൊഫഷണൽ നിക്ഷേപ സേവനമാണ്. അതിൽ മികച്ച മാനേജർമാരുണ്ട്, അതുപോലെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരുമുണ്ട്. ഇതൊരു നിക്ഷേപ തീരുമാനവും മറ്റൊരാളുടെ റിട്ടേൺസും കണ്ടല്ല എടുക്കേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളും റിസ്ക് സഹിക്കാനുള്ള ശേഷിയും സമയപരിധിയും അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കേണ്ടത്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക: ബ്രാൻഡ് നോക്കാതെ മാനേജറുടെ ദീർഘകാല പ്രകടനവും റിസ്ക് മാനേജ്മെന്റും ഫീസ് ഘടനയും പരിശോധിക്കൂ. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്നത് ഏറ്റവും കൂടുതൽ റിട്ടേൺ നേടുന്നവനല്ല, റിസ്ക് മനസ്സിലാക്കി ദീർഘകാലം നിലനിൽക്കുന്ന നിക്ഷേപകനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ബിസിനസ്, ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനങ്ങൾക്ക് സ്ഥിരമായി കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.